Good afternoon, Dr. Faisal Ghafoor sir, Dr. Mubarak Sani, my dear friends, and all my students. മലയാളത്തിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് തന്നെ ഡോക്ടർ ഫസൽ ഗഫൂർ സാറിനോട് ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിൽ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു, നന്ദിയുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാനിത് സംസാരിച്ചപ്പോൾ സാർ ആദ്യം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിലും ബീച്ചിലൊക്കെ നടത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് വേണ്ട, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഇതുമായിട്ട് ഈ പറയുന്ന ഒരു മെഡിക്കൽ ഫീൽഡ് അല്ലാത്ത ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നടത്തുന്ന ഒത്തിരി പരിമിതികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ ചിത്രങ്ങളൊക്കെ വളരെ സെൻസിറ്റീവാണ്. നിങ്ങളൊക്കെ അതൊരു വാർണിംഗ് ആദ്യമേ തന്നെ തരികയാണ്. ഇറ്റ്സ് ലൈക്ക് റിയാലിറ്റി ഈസ് റിയലി വാട്ട്സ് അറ്റ് അഗ്ലി. രണ്ടാമത്, ഇത് നടത്തുന്ന ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും മിക്കവാറും ഓരോ പ്രാവശ്യവും തിരിച്ചു വരുമ്പോൾ പല മെഡിക്കൽ കോളേജുകളിലും നേഴ്സിംഗ് കോളേജിലും ഒക്കെ പോയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ കേരളത്തിൽ ഒത്തിരിയധികം ഡോക്ടർമാരുണ്ട്, ഒത്തിരിയധികം നഴ്സുമാരുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഇങ്ങനെ ഏതെങ്കിലും ഒരുമൊക്കെ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങോട്ട് മിക്കവാറും പോകുമ്പോൾ അവിടെ നിന്നുള്ള നഴ്സുമാരൊക്കെ നേരെ വണ്ടി കയറി ഇങ്ങോട്ട് വരുന്നതാണ് കണ്ടിട്ടുള്ളത്. അവിടെ അത്രയും നാളും ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് കളഞ്ഞിട്ട് പെട്ടെന്ന് സിറിയയിലും ലിബിയയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ അത്രയും നാളും ജോലി ചെയ്ത ആൾക്കാർ ഇത് യുദ്ധമെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉടനെ നിർത്തിയിട്ട് നേരെ എങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്താമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത്രയും നാളും അവരെ തീറ്റിപ്പോറ്റിയ അല്ലെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാരെയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നാളെങ്കിലുമൊക്കെ അവിടെ നിൽക്കാനായിട്ടൊരു മനസ്ഥിതി അവർക്കുണ്ടാവുന്നില്ല. സ്വാഭാവികമായിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ ഇടയിൽ നിന്നും കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുണ്ടാവുന്നതും ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നതും എല്ലാം ഒക്കെ ഉള്ളതാണ്. നഴ്സുമാർ അതുപോലെ എവിടെ പോയാലും നഴ്സുമാർ മാത്രമേ, ഏത് സ്ഥലത്ത് പോയാലും മലയാളി നഴ്സുമാരില്ലാത്തൊരു സ്ഥലമില്ല. പക്ഷേ ആരും ഇങ്ങനെ ഒരു ഡിസാസ്റ്ററിലോ ഒക്കെ പോവാറില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് അങ്ങനൊരു തുടക്കം, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലുമൊക്കെ അങ്ങനെ പോകണമെന്നുള്ള ഉദ്ദേശിച്ചാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻസ് യൂഷ്വലി നടത്തുന്നത്. ഈ പ്രസൻറ്റേഷൻ നോക്കുമ്പോൾ എല്ലാം പിക്ചേഴ്സാണ്. ഞാൻ ആ പിക്ചേഴ്സിനെ നെറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഞാനിത് ഈ ഗസയിലേക്ക് മാത്രമായിട്ടാണ് ഈ പ്രസൻറ്റേഷൻ ചുരുക്കുന്നത്. ഞാൻ 40 രാജ്യങ്ങളിൽ ഇടയ്ക്ക് ഞാൻ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉക്രൈനിലുണ്ടായിരുന്നു, ഇടയ്ക്ക് കോങ്കോയിലുണ്ടായിരുന്നു. ഗസയിൽ ഏകദേശം ഒരു കഴിഞ്ഞ ഈ 23 നവംബർ മുതൽ ഒരു 6 മാസത്തിൽ കൂടുതലൊക്കെ അവിടെ വർക്ക് ചെയ്തു. 3 പ്രാവശ്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ അവസാനം പോയതാണ്, ജൂലൈയിൽ പോയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ സാധ്യത, എങ്ങനെയാണ് ഗസയിൽ എത്തുക എന്നുള്ളത്. ഈ സ്ഥലമാണ് ഗസയിൽ. അപ്പോൾ നമ്മൾ 2 വഴികളാണ് പ്രധാനമായിട്ടുള്ളത്. ഞാൻ ആദ്യം പോയത് ഈജിപ്റ്റ് വഴിയാണ്. അന്ന് ഈജിപ്റ്റ് വഴിയായിരുന്നു ഹ്യൂമാനിറ്റേറിയൻ വർക്കേഴ്സ് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. റഫ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ റഫ എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് താമസിച്ചിരുന്ന കെട്ടിടം, ഞങ്ങൾ താമസിച്ചിരുന്ന നമ്മൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ, ഞങ്ങൾ ഓപ്പൺ ചെയ്ത ക്ലിനിക്ക്, അങ്ങനെ ഒന്നുമില്ല. തരിശ് നിലമായിട്ട് മാറിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ റഫ എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ ഒരു ചിത്രം. ഇതാണ് നിങ്ങൾ കാണുന്ന പച്ച സ്ഥലവും നീല കളറുമായിട്ടുള്ള സ്ഥലം. അവിടെ മാത്രമാണ് ആൾക്കാരിപ്പോൾ വസിക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ സ്ഥലത്തു നിന്നും ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ആ സ്ഥലം മുഴുവൻ നശിപ്പിച്ചിട്ട് 2.1 മില്യൺ 21 ലക്ഷം ആൾക്കാരാണ് ആ പച്ചയും ബ്ലൂവുമായിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്നത്. അവിടെ ബാക്കിയുള്ള ആ റെഡ് ഏരിയ മുഴുവൻ അവിടെ വീടുകളുണ്ടായിരുന്നു, കെട്ടിടങ്ങളുണ്ടായിരുന്നു, അൽഷിഫ ഹോസ്പിറ്റൽ, നിരവധി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അതെല്ലാം തവിട് പൊടിയാണ്, ബാരൻ ലാൻഡാണ്, എല്ലാം ബ്രോട്ട് ടു ഗ്രൗണ്ട്. അവിടെ ഇനി ആർക്കും താമസിക്കാൻ പറ്റത്തില്ല. സോ അങ്ങേറ്റത്താണ്, നോർത്ത് എൻഡിലാണ് വാസ്തവത്തിൽ ഗസ സിറ്റി ഉള്ളത്. ആ സിറ്റി ഞാൻ തിരിച്ചു വരുമ്പോൾ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ആൾക്കാരെ മുഴുവൻ ഈ പറയുന്ന ഈ
തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു വലിയ ഇത്രയും ക്യാമ്പുകളുള്ള സ്ഥലത്തേക്ക് വീണ്ടും വന്ന് അവിടെ വീണ്ടും അതിന് പുറത്ത് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസസ് ഒക്കെയാണ് നമുക്ക് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതും. ഡയറക്റ്റ് കോൺസിക്വൻസായി ട്രോമയെക്കുറിച്ചും പറയാം. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് വാസ്തവത്തിൽ അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസ് ആണ്. ഇതാണ് ബോർഡർ. സാധാരണഗതിയിൽ ഈ ബോർഡറൊക്കെ വളരെ ഏത് രാജ്യത്തിൻ്റെ ഒരു ബോർഡർ എടുത്തു കഴിഞ്ഞാൽ ആ ബോർഡർ ഒരു നോ മാൻസ് ലാൻഡ് എന്നാണ് പറയുന്നത്. ആരും താമസിക്കാത്ത ഒരു സ്ഥലം. നമ്മളിപ്പോൾ ഞാൻ ഉക്രൈനിൽ പോകുമ്പോൾ, പോളണ്ടിൽ നിന്ന് പോകുമ്പോൾ ഉക്രൈൻ ബോർഡർ എത്തുമ്പോഴേക്കും ആളിൽ താമസിക്കുന്ന സ്ഥലമൊക്കെ കുറഞ്ഞ് വന്ന് ആരുമില്ലാത്ത സ്ഥലമാവും. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് പോസ്റ്റിലേക്ക് പോകാൻ തന്നെ നടന്നൊക്കെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് പോകാൻ അടുത്ത വീണ്ടും നടക്കും. അങ്ങനെ ആ ഒരു ഏരിയ മുഴുവൻ ആരും താമസിക്കുന്നില്ല സ്ഥലമാണ്. പക്ഷേ ഗസയിലെ വ്യത്യാസം, അവിടെ ആ ബോർഡർ, ഈ പറഞ്ഞ ഈ മതിലൊരു ബോർഡറാണ്. ആ ബോർഡറിൻ്റെ അപ്പുറത്തേക്ക് മുതൽ ആളുകൾ താമസിക്കും. ബോർഡറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ലെയർ ബോർഡറാണ് ഈജിപ്റ്റ് സൈഡിലുള്ളത്. ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഗസയിൽ നിന്ന് ആരും രക്ഷപ്പെട്ട് അങ്ങോട്ട് പോകരുത് എന്നുള്ളതാണ് നിലപാട്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. പക്ഷെ അവിടെ നിന്ന് തുടങ്ങും. ഞാനിത് ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മളത് ഗസയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ പറയുന്ന സ്മെൽ ഓഫ്, ഈ പറഞ്ഞ നമ്മൾ പലപ്പോഴുമൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ പറയുന്ന ഒരു ഇതുണ്ട്, അൺമിസ്റ്റേക്കബിൾ സ്മെൽ ഓഫ് ഫീസിസ് എന്ന് പറയും. ഹൈഡ്രജൻ സൾഫൈഡും സൾഫർ ഡൈ ഓക്സൈഡും മീഥേൻ്റെയൊക്കെ മണം അങ്ങ് നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടാവും. നമ്മൾ എന്തായി സംഭവിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ ഈ ബോർഡറിലൊക്കെ എന്താ ഈ പറഞ്ഞ മേ ബി ഈ ഡ്രെയിനേജ് ലൈൻ പൊട്ടിയതാണോ എന്നൊക്കെ നമ്മൾ സംഗതി. പിന്നെ ബട്ട് ഓൺലി വെൻ യു ഗോ ഇൻസൈഡ് യു വിൽ നോ റിയലി ആക്ച്വലി വാട്ട്സ് ഹാപ്പനിങ്. ഇത് ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോഴാണ്. ഞാനൊരു 3 പ്രാവശ്യം പോകുമ്പോഴും എല്ലാം സ്ഥിതികളും മാറിയിട്ടുണ്ട്. ഞാനതൊരു നെറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ഇല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വെള്ളമില്ല. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കുറേയെങ്കിലും ഇപ്പോൾ പരിഹരിച്ചു. അന്നത്തെ കാലത്ത് വെള്ളം ഒന്നുമില്ല. ഒരു ലാട്രിനൊക്കെ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു ദിവസം ഉപയോഗിക്കുന്നത് 1500 മുതൽ 2000 പേരാണ് ഒരു സിംഗിൾ ഡേ ഉപയോഗിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ടു നോ വാട്ടർ, വെള്ളമില്ലാതെയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് എവറിത്തിങ് ജസ്റ്റ് ഫ്ലോസ് ഔട്ട്. എല്ലാ ലാട്രിൻസിലും ഇതങ്ങ് മുഴുവനും ഫ്ലോ ചെയ്ത് ഈ റോഡിലേക്കാണ് പോകുന്നത്. മുഴുവൻ സ്ഥലവും റഫൈൽ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ സ്ഥലവും ഇറ്റ്സ് ഫുൾ ഓഫ് ഫീസസ്. ദർ ഇസ് നോ പ്ലേസ് വിതൗട്ട് ദാറ്റ്. നമ്മൾ നടക്കുമ്പോഴൊക്കെ ഇറ്റ്സ് ലൈക്ക് സ്റ്റിങ്കിങ് ഫീസസ് ഓൺ അവർ ഫുട്ട് ആൻഡ് വി കനോട്ട് ആക്ച്വലി വാക്ക് വിത്തൗട്ട്, മൂക്ക് പൊത്തിപ്പിടിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ് ഈ പറഞ്ഞ വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കാലത്തെ ഒഴിച്ചുള്ള പരക്കം പാച്ചിലാണ്. അത് ഡ്രിങ്കിങ് വാട്ടർ ഇല്ലാതാവുമ്പോൾ, വെള്ളം കിട്ടാതാവുമ്പോൾ എന്താ സംഭവിക്കുക, ആൾക്കാർ കിട്ടുന്ന വെള്ളം എവിടെ നിന്നെങ്കിലുമൊക്കെ കുടിക്കാൻ തുടങ്ങും. നമ്മളങ്ങനെ ഒരാൾ പോകുമ്പോൾ ഒരു ലാട്രിൻ കാണുമ്പോൾ ലാട്രിന് മുമ്പിൽ ഒരു 200 പേരുടെ ക്യൂ ആണ്. സോ ഹീസ് ഡെഡ്. ഈ 200 പേര് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? ദർ ഇസ് നോ വേ ഔട്ട്. നമുക്ക് ഈ പറഞ്ഞ ജീവിതം അവസാനിക്കുന്ന ഒരു ഡിഗ്നിറ്റി മാത്രമല്ല, ജീവിതത്തിൽ മൊത്തം അവസാനിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. സോ എവറിബഡി ഈസ് ലൈക്ക് ഈ പറയുന്ന ഒരു 30-35% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഈസ് ഹാവിങ് ഡയറിയ ആൻഡ് ദേ നീഡ് ടു ഗോ ടു ദിസ് വൺ ആൻഡ് ദേ സീ ദാറ്റ് ഇതിന് മുമ്പിൽ ഇത്ര 200 പേര് 300 പേര് നിൽക്കുന്നത്. ദേ നോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. പിന്നെ അവരവിടെ നിന്നെടുത്ത് ഇരിക്കാൻ തുടങ്ങും. ദേ സിറ്റ് വെയർ ദേ സ്റ്റാൻഡ്. ദേ സിറ്റ് ദെയർ. നാണവും മാനവും ഒക്കെ മാറ്റിവെക്കും. അതൊക്കെ അസ്തമിച്ച് കഴിയും. ജീവിതത്തിൽ മുഴുവൻ്റെയും നമ്മൾ ഒരാൾക്ക് ഒരു ഡിഗ്നിറ്റി ഇല്ലാതാവുന്നതൊക്കെ നമുക്ക് ഇറ്റ്സ് ലൈക്ക് എൻ ആക്സിഡൻറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് when a whole society loses its dignity, it's something out of our mind. Whole society loses. നമ്മൾ ക്യാമ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്യാമ്പിൽ നിന്ന് അടുക്കാണ് ഒരു ഹോസ്പിറ്റലുള്ളത്, നമ്മുടെ ഒരു ക്ലിനിക്കുള്ളത്. ഒരു 10,000 ടെൻറ്റ് ചുറ്റും ഇങ്ങനെ ഉള്ളതിനകത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ ഏതൊരു സൈഡ് ഈ ക്യാമ്പിനും ഈ പറഞ്ഞ ഈ ടെൻറ്റിൻ്റെ മുമ്പിലിരുന്ന ആൾക്കാർ ദേ ജസ്റ്റ് കവർ ദെയർ ഫേസസ്. ഈ പറയുന്ന ഈ വസ്ത്രമൊക്കെ എടുത്ത് നേരെ കവർ ചെയ്യും. റെസ്റ്റ് ഓഫ് ദ ബോഡി ഈസ് ടോട്ടലി എക്സ്പോസ്ഡ് ആൻഡ് ദേ സിറ്റ് ദെയർ. ആൻഡ് ഡയറി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ടൈഫോയിഡൊക്കെ ഒരു പ്രാവശ്യമൊന്നുമില്ല. ദേ ഡു ഇറ്റ് ലൈക്ക് 1 time, 2 time, 3 times. ദേ ഫോൾ ഡൗൺ. അവിടെ താഴെ വീഴും, മറിഞ്ഞ് വീഴും. ആൻഡ് ദേ ആർ ജസ്റ്റ് ബാത്ത്ഡ് ഇൻ ദെയർ ഓൺ ഫീസസ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് സോ നമുക്ക് ഈ പറഞ്ഞ ഒരു കാഷ്വാലിറ്റിയിൽ പരിക്ക് ഏറ്റു വരുന്ന ആൾക്കാരിലേക്ക് കാണാനൊക്കെ വി ആർ യൂസ്ഡ് ടു ഇറ്റ്. But when the whole society loses its dignity, it's something which
എ ഡോക്ടർ ഓർ ലൈക്ക് എ നേഴ്സ് ഹാവ് നെവർ കം അക്രോസ്. നമുക്കൊരിക്കലും അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് ഹോൾ സൊസൈറ്റി ഹാസ് ലോസ്റ്റ്, ദേ ഡൈ ഇൻ അറ്റ് ദാറ്റ് പോയിന്റ്. അവർ ആകെ ഇങ്ങനെയുള്ള മരണങ്ങൾ, ഈ മുമ്പിൽ കിടക്കുന്ന ആളെ കൊണ്ടുപോകാൻ ആരുമില്ല. കൊണ്ടുപോകാനെന്ന് ആരെങ്കിലും വേണ്ടേ? എല്ലാവർക്കും ഡയറിയാണ്. 35% ഹാസ് ഗോട്ട് ഡയറിയ. അങ്ങനെയാണ് പിന്നെ INGOs വളരെ സമ്മർദ്ദം ചെലുത്തിയിട്ട് 4 ഡീസലിനേഷൻ പ്ലാന്റ്സ് അവിടെ തുടങ്ങിയത്. ദിസ് ആർ മൈ കൊളീഗ്സ് ഹു ആർ ദേ. ആൻഡ് ഈ പറയുന്ന പലരൊക്കെ പറയും ബങ്കറൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത്. ഈ ടെൻറ്റിലാണ് കഴിയുന്നത്. ടെൻറ്റിൽ ബങ്കറൊന്നുമില്ല. ഇറ്റ്സ് എൻ ഓപ്പൺ സ്പേസ് ബിലോ ദ സ്കൈ. ആൻഡ് ബോംബ് വീഴുന്നത് ഏത് സ്ഥലത്തും എവിടെയും വെച്ചാവാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ജസ്റ്റ് ഗോ ടു ദി their camps and next day be here. There's nothing like that. ഈ പറയുന്ന എൻ്റെ ഈ കൊളീഗ്സിൻ്റെ ഏകദേശം 4-5 പേരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദേ ആർ നോട്ട് എനിമോർ. 2 പേര് വാസ്തവത്തിൽ അവർ വീട്ടിലേക്ക് ഉറങ്ങാൻ പോയതാണ്. മിസൈൽ ഫെൽ ഓൺ ദിയർ ടെൻറ്റ്സ് ആൻഡ് ദർ വാസ് നത്തിങ്. ഈ പറയുന്ന ബോഡിയെല്ലാം ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ബോഡിയെല്ലാം ഒന്നും, ഇറ്റ്സ് ജസ്റ്റ് നത്തിങ് ടു റിക്കവർ. ആ നിലവാരത്തിൽ ഒരു വലിയൊരു ഗർത്തം മാത്രമാണ് അവിടെ ഉള്ളത്. When we heard about it, it's like just people disappearing from their life. നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ ഒരു ഫ്യൂണറൽ പോലും ഇല്ലാതെ ജസ്റ്റ് ഡിസപ്പിയർ എന്ന അവസ്ഥയാണ് വാസ്തവത്തിലുണ്ടാവുന്നത്. ഞാൻ ഖാൻ യൂണിസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലമാണ്. അവിടെയുള്ള ഒരു നാസർ ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റലാണ് ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ വർക്ക് ചെയ്തത്. അറ്റ് ദാറ്റ് പോയിന്റ് ഞാൻ അന്ന് പോയപ്പോഴും ഈ നാസർ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഇറ്റ് വാസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ബോംബാർഡ്മെൻറ്റ്. കെട്ടിടങ്ങൾ വീണിട്ട് അല്ലെങ്കിൽ പൊളിഞ്ഞു പോയിട്ട് മരിച്ചവരുടെ എണ്ണം ഒന്നും വാസ്തവത്തിൽ നമ്മുടെ കണക്കുകളിൽ ഈ 60,000 മുതൽ 70,000 പേരുള്ള കണക്കുകൾക്കകത്ത് ബോഡി റിക്കവർ ചെയ്ത് അത് കൗണ്ട് ചെയ്ത ആൾക്കാരുടെ കണക്കുകൾ മാത്രമാണ് വാസ്തവത്തിൽ നമുക്ക് അവിടെ എടുക്കാൻ കഴിയുന്നത്. ബാക്കി ഇതുപോലെ there's a lot of deaths which is happening indirect also. നമുക്കൊരിക്കലും യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പരിക്കേൽക്കുന്നത്, വെടികൊണ്ട് മരിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് എ ടോട്ടൽ കൊളാപ്സ് ഓഫ് ദി സിസ്റ്റം. എല്ലാ സിസ്റ്റംസും കൊളാപ്സ് ചെയ്യുന്ന സംഭവമാണ്. തിങ്ക് ഓഫ് ലൈക്ക് ഒരു CABG അല്ലെങ്കിൽ ഒരു സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞ ഒരു മനുഷ്യൻ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് സ്റ്റെൻറ്റ് ഇട്ടൊരു മനുഷ്യൻ, if he is not getting his clopidogrel or like any other drugs for 1 week, what will happen? He dies, he just dies. അടുത്ത ഒരു അറ്റാക്ക് വന്ന് he's no more. ഹൈപ്പർ ടെൻഷനുള്ള ആൾ 2 ആഴ്ച ഈ പറയുന്ന ആൻറ്റി ഹൈപ്പർടെൻസീവ് ഇല്ലെങ്കിൽ സം ആർട്ടറീസ് ബ്രേക്ക് ഡൗൺ ആൻഡ് ഹി ഡൈസ്. ഡയാലിസിസ് പോകുന്ന ആവശ്യമില്ല. ഒരു സ്ഥലത്ത് ഡയാലിസിസ് ഇല്ല, ഒരു സ്ഥലത്ത് പോലും കാത്തലാബ് ഇല്ല അവിടെ. സോ ഓൾ ദ പേഷ്യൻസ് ഹു ഹാവ് ഹാർട്ട് അറ്റാക്സ് ദേ ജസ്റ്റ് ഡൈ. കുട്ടികൾ ഈ പറഞ്ഞ ഈ ക്യാമ്പിലൊക്കെ ആണ് സ്ത്രീകൾ പ്രസവിക്കാൻ നിൽക്കുന്നത്. പ്രസവത്തിന് വാസ്തവത്തിൽ അങ്ങനെ ഒരു കുറവ് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രസവിക്കാനായിട്ട് നോർമൽ ഡെലിവറിക്ക് ഈ പറഞ്ഞ ഒരു സ്ഥലം പോലും ഇല്ല. ഈ പറഞ്ഞ ദിസ് ക്യാമ്പ് വെയർ ദി ഹോൾ ഫ്ലോർ ഈസ് ലൈക്ക് ഫിൽഡ് വിത്ത് ഫീസസ്. നോബഡി വിൽ ട്രൈ ടു ഡെലിവർ ദർ. ആർക്കും അവിടെ പ്രസവിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ ഇത് വെച്ചുകൊണ്ടിരിക്കും. പെയിൻ വന്നിട്ട് അത് മാക്സിമം ആകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകും C-section നടത്താനായിട്ട്. It becomes an emergency. And all the C-sections are given as an emergency. And എമർജൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞ് C-sections എല്ലാം ഡിസ്ചാർജ് ചെയ്യും. ആ കുട്ടികളെല്ലാം വരുന്നത് വീണ്ടും ഇതേ സ്ഥലത്താണ് വരുന്നത്. In this place where it's full of feces. And almost invariably, like 50% of the neonates die with sepsis or like malnutrition or anything else. They just die. ഇത് ഞാൻ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ബോംബിങ് വാസ് വെരി വൺ ഓഫ് ദി സാഡസ്റ്റ് പാർട്ട് ഇൻ ദിസ്. ഈ കഴിഞ്ഞ ഇപ്പോൾ ജൂലൈയിൽ പോയ ശേഷം ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ടായി അതുമായി നമുക്ക് തോന്നിയത് ഹോസ്പിറ്റൽ ബോംബിംഗ് ആണ്. ദിസ് ഇസ് നാസർ ഹോസ്പിറ്റലിൻ്റെ മുകളിലാണ്. ഫസ്റ്റ് ദർ വാസ് ലൈക്ക് 2 ഇൻസിഡൻസ് ഓഫ് ബോംബിംഗ്. ഫസ്റ്റ് ബോംബിംഗ് വെച്ച് കഴിഞ്ഞാൽ ICUവിലെ ഫ്ലോറിൽ, ദിസ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ഫ്ലോർ ആൻഡ് ദിസ് ഇസ് ദ 3rd floor. ഈ 3rd ഫ്ലോറിലേക്കാണ് അവിടെയാണ് ICU ഉണ്ടായിരുന്നത്. there's a lot of people who tell about this, like ആരെയൊക്കെ അവിടെ കിടക്കുന്നു എന്നുള്ള സ്പൈ വർക്കൊക്കെ സ്ഥിരമായി നടക്കുന്ന കാര്യമാണ്. നമ്മളീ പറയുന്ന ഹമാസ് എന്നൊക്കെ പറയുന്നത് ഒരു ആർമിയൊന്നുമല്ല. ഇറ്റ്സ് ലൈക്ക്
കുറേ കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ആ കുടുംബം ഈ പറയുന്ന അവർ ഭരണം നടത്തുമ്പോൾ അവർക്കെതിരായിട്ടുള്ള നമ്മൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പോലെ തന്നെ ഒരാൾ ചെയ്യുന്നതിനെതിരായിട്ട് പറയുകയും എതിരായിട്ട് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ. സോ പീപ്പിൾ ഓൾവേസ് ലൈക്ക് ഈ പറയുന്ന ഒരാളെ കിടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്ന കാര്യം, ഏത് യുദ്ധത്തിനകത്ത് സംഭവിക്കുന്നത് അതൊക്കെ. There was a leader who was supposed to be a leader was there in this ICU and they just sent a missile into the ICU. ICUവിനകത്ത് കിടക്കുന്ന ഏകദേശം 6 പേര് മരിച്ചു, ഇൻറ്റൻസിവിസ്റ്റ് 2 പേര് മരിച്ചു, and the whole ICU was totally broken down. So second incident was like on a Monday on this top floor. ഇതാണ് ടോപ്പ് ഫ്ലോറിൽ അവിടെ താമസിച്ചിരുന്ന മെഡിക്കൽ സ്റ്റുഡൻസും നേഴ്സിംഗ് സ്റ്റുഡൻസും കുറച്ച് ഡോക്ടേഴ്സും അതുപോലെ തന്നെ റോയിറ്റേഴ്സ് 2-3 പത്രപ്രവർത്തകരും ഉണ്ടായിരുന്നു. സോ ഈ സെക്കൻഡ് ഇൻസിഡൻറ്റിനകത്ത് ആദ്യത്തെ ബോംബിങ്ങിനകത്ത് ഏകദേശം ഒരു 15 പേരാണ് മരിച്ചത്. All people were lying down here and people started climbing the stairs. ഈ സ്റ്റെയർ ഇങ്ങനെ കയറി മുകളിൽ ഇവർ എടുക്കാൻ വേണ്ടി പോകുന്ന ഇവർ ഹോസ്പിറ്റലിൽ ബോംബ് ചെയ്ത് പറഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ മരിച്ചു കിടക്കുകയോ രക്ഷപ്പെടുത്താനോ ഒക്കെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. After 5 minutes, the second bomb came in the same place. So it was not a mistake. It's a deliberate attempt to bomb the hospital. And the second bomb actually fell on all the people who were there for rescue. Almost like more than 50 people died in the second incident. അവിടെ കിടക്കുന്ന you can see the dead bodies there. എൻ്റെ കൂടെ വന്നിരുന്ന ഒരു നൗഫൽ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. He was working with me at that time. In the lowest, ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. സോ ഹി വാസ് ആക്ച്വലി വർക്കിംഗ് വിത്ത് മീ. അയാൾക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ബോംബിങ് കഴിഞ്ഞപ്പോൾ അയാളുടെ ഫോണിൽ അയാളുടെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മ വിളിച്ചിട്ട് ഈ പറഞ്ഞ കണക്ഷൻ മോശമായതുകൊണ്ട് അയാൾക്ക് കിട്ടുന്നില്ല. അയാൾ പറഞ്ഞു, അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അവിടെ ഉണ്ട്, കുഴപ്പമില്ല. ഷി വാസ് നോട്ട് ഏബിൾ ടു ഹിയർ ഇറ്റ്. അവർ കരയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത്, ഞാൻ അമ്മ വിളിക്കുന്നു, അമ്മ കരയുന്നുണ്ട്, ഞാൻ ഇന്ന് പുറത്ത് പോയിട്ട് പറഞ്ഞിട്ട് വരാം, പക്ഷേ ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് വരാൻ തോന്നി. He just went out of the hospital into the car porch. Then the second bombing came. The whole thing fell on him and he died there. I had to ഈ ഒരു മിനിറ്റിന് മുമ്പ് ഒരു കൂടെ ഉണ്ടായിരുന്നവൻ അപ്പുറത്ത് പോയി തിരിച്ചു വന്നിട്ട് I had to certify his death. It was like totally disaster. നമുക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സോ ട്രൊമാറ്റിക് ദാറ്റ് ഇറ്റ്സ് ലൈക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു മിനിറ്റിനകം മരിച്ചു വീഴുന്ന വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സംതിങ് യു കനോട്ട് ബെയർ അബൌട്ട്. ഈ പറഞ്ഞ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഹോസ്പിറ്റലിനകത്ത് 10 മണിയാകുമ്പോഴാണ് ഇതൊക്കെ വന്നു തുടങ്ങുക. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ദർ ഇസ് ലൈക്ക് എ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. അപ്പോൾ ഫുഡ് നമ്മൾ ആദ്യം പോയപ്പോൾ ഈ ഫുഡിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞ് വരുന്നത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഫസ്റ്റ് മിഷൻ there was like chaos and there was like fighting at the food distribution centers. ഈ പറഞ്ഞ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായ അടി നടക്കും. ഒരു കിലോ പഞ്ചസാരയ്ക്ക്, ഞാനിപ്പോൾ പോകുമ്പോൾ ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഓൾമോസ്റ്റ് $100 ആണ്. ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഇറ്റ് മീൻസ് ലൈക്ക് ഓൾമോസ്റ്റ് 9,000 rupees. ഒരു കിലോ ആട്ടയ്ക്ക് $40. സിംഗിൾ സിഗരറ്റ്, ഒറ്റ സിഗരറ്റിന് $15. ഇറ്റ്സ് നോട്ട്, ലൈഫ് ഈസ് സോ മിസറബിൾ. ഈ പറയുന്ന ഹോസ്പിറ്റലിലോ ഇല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു വേതനം കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും വാങ്ങി കഴിയില്ല. സോ വാട്ട് ദേ ഡു ഈസ് ദാറ്റ് ദേ ഗെറ്റ് ദിസ് ഫുഡ്, ദേ കളക്ട് ദിസ് ഫുഡ് ആൻഡ് ദേ അഗെയിൻ റീസെൽ ഇറ്റ്. ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ കോൺസിക്വൻസസ്, സോഷ്യൽ കോൺസിക്വൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദേ സെൽ ഇറ്റ് അഗെയിൻ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കും. ഈ പൈസയാണെങ്കിലോ ഈ ഒരു $100 കയ്യിലുണ്ടെങ്കിൽ അവരുടെ ഈ പറയുന്ന ഷെക്കൽസാക്കി മാറ്റണമെങ്കിൽ 1000 ഷെക്കലുണ്ടെങ്കിൽ ബാങ്കിലുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി 50% യു ഗെറ്റ്, ഓൺലി 50%, 500 കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള കമ്മീഷനായിട്ടൊക്കെ പോകും. സോ ഓൺ ഹാൻഡ് ദി പ്രൈസ് ഇസ് ടു ഹൈ, ഓൺ അതർ ഹാൻഡ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു വാട്ട് ദേ ഗെറ്റ് ഈസ് ലൈക്ക് ഹാഫ് ഓഫ് ദ എമൗണ്ട് ഓഫ് മണി ദേ ഹാവ്. അപ്പോൾ WHO പറഞ്ഞു വി കനോട്ട് ഡു ദ ഡിസ്ട്രിബ്യൂഷൻ ബിക്കോസ് there's not enough food. ഈ പറയുന്ന 21 ലക്ഷം പേർക്ക് വേണ്ടുന്ന ഫുഡില്ലാതെ ഒരു 2000 പേർക്കോ 3000 പേർക്കോ വരുന്ന ഫുഡ് അവിടെ എത്തിക്കുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് കയാസ്. ഇറ്റ്സ് ലൈക്ക് എല്ലാവരും അടികൂടാൻ തുടങ്ങും. അവർക്കൊന്നും ഈ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ദേ സ്റ്റോപ്പ് ഡിസ്ട്രിബ്യൂഷൻ. സോ വാട്ട് ഹാപ്പൻ ഇസ് ലൈക്ക് Israel and US started another
food distribution center at the outskirts of the Rafah. So it's like 40,000, 50,000 people queuing up for the food. Razor wires വെച്ചിട്ടുള്ള ക്യൂസ് ആണ് വാസ്തവത്തിൽ അതിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻ ഈസ് ലൈക്ക് ഈ 50,000 പേര് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഫുഡ് കിട്ടാൻ പോകുന്നില്ലെന്ന്. സോ ദേ സ്റ്റാർട്ട് കമ്മിങ് ഇയർലിയർ. ഇപ്പോൾ 2 മണിക്ക് രാത്രി 2 മണിക്കും 1 മണിക്കൊക്കെയാണ് പോയി ഈ സ്ഥലത്ത് പോകുന്നത്, ഈ പറഞ്ഞ ആ വലിയ മൈതാനത്താണ് പോകുന്നത്. സോ ഇസ്രയേൽ ഡസൻറ്റ് ലൈക്ക് ഇറ്റ്. ദേ സ്റ്റാർട്ട് വിത്ത് ഡ്രോൺസ് ഇപ്പോൾ ഫുൾ ടൈം ഉണ്ട്, പക്ഷേ ദേ സ്റ്റാർട്ട് ബോംബിങ് വിത്ത് ഡ്രോൺസ്. അപ്പോൾ എല്ലാവരും കിടക്കുകയാണ്. കിടന്നിട്ട് അവിടുന്ന് ഈ പറഞ്ഞ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ അവർ ടവർന്ന് ബുള്ളറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വാട്ട് ദിസ് ഈസ് ലൈക്ക് മുഹമ്മദ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് എൻലെസ് ഫ്ലോ ഓഫ് ബുള്ളറ്റ്സ്. ഇങ്ങനെ കാലിനകത്തൂടെ ഇങ്ങനെ കേൾക്കാന്നാണ് പറയുന്നത്. കക്ഷിക്ക് തല പൊന്തിച്ചു കഴിഞ്ഞാൽ തല അങ്ങ് പോകും. ആൻഡ് someone raises the head, he is gone there. പിന്നെ പിന്നെ അയാളെ എടുത്തു മാറ്റാനോ ചികിത്സിക്കാനൊന്നും പറ്റത്തില്ല. All these people who are like shot in the whole night, they'll have to wait till almost like 9 o'clock, 10 o'clock. 10 o'clock ആകുമ്പോൾ ബാക്കിയുള്ള കുതിരവണ്ടിയും കഴുത വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് ആൾക്കാർ അവരെ കൊണ്ടുവരും. സോ ഇൻ ദ emergency room, it's like after 10 o'clock, almost in the red area, we have like 50 per hour, 50 patients per hour in the red area, just 50 patients per area. So ഇവർ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റേസർ വയേഴ്സിനെ പോയിട്ട് ഈ മീനിൽ വരയുന്ന പോലെയാണ് കൈയും കാലും ഒക്കെ ഇരിക്കുന്നത്. അവസാനം അവിടെ എത്തിയിട്ട് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയ അടുത്ത പ്രശ്നമായി. കാരണം ഈ ഭക്ഷണം മേടിച്ചിട്ട് പുറത്ത് വരുന്നവരെ അവരെ കയ്യിൽ നിന്നും ഭക്ഷണം തട്ടിപ്പറിക്കാനായിട്ട് വലിയ സംഘങ്ങൾ വരെ ഉണ്ടാവും. സോ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് മാഫിയാസ് ദെയർ. ആൻഡ് ഈ അകത്ത് കയറുന്നവരുടെ ആയുധം കാണത്തില്ല, പുറത്തുള്ളവരുടെ ആയുധം കാണും. സോ ദേ സ്റ്റാർട്ട് എ ബിഗ് ഫൈറ്റ്. ഈ ഫൈറ്റിനകത്ത് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഈ പറയുന്ന വെട്ടും കുത്തുമായിട്ട് കുറേ ആൾക്കാർ വീണ്ടും വരും. സോ ദെൻ ദെർസ് എ ട്രക്സ്. ഈ ട്രക്സിനകത്ത് ഈ പറഞ്ഞ ഈ ഭക്ഷണ സ്ഥലത്തേക്ക് വരുന്ന ട്രക്കിലേക്ക് അത് വലിഞ്ഞു കയറാൻ വരുന്ന ആൾക്കാർ, അവർ വഴിയിൽ നിന്നൊക്കെ വലിഞ്ഞു കയറും. അവരെ എല്ലാം വണ്ടിയുടെ മുകളിൽ നിന്ന് ആൾക്കാർ വെടിവെക്കാൻ തുടങ്ങും. സോ ഇറ്റ്സ് ലൈക്ക് അപ് ടു ഓൾമോസ്റ്റ് ലൈക്ക് 7 o'clock, it's like every hour you get 50 patients in the red area itself. Red area എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹെഡ് ഇഞ്ചുറി, ചെസ്റ്റ് ഇഞ്ചുറി, അബ്ഡമിനൽ ഇഞ്ചുറി. The limb injuries goes to the green area. You don't have anything other than this one. And what happens is that, so almost all head injuries, we just move it to the blue area. Blue area എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഏരിയയാണ് ബ്ലൂ ഏരിയ എന്ന് പറയുന്നത്. വൈ ഇസ് ഇറ്റ് ദാറ്റ്? നമുക്ക് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചികിത്സിക്കും. ബട്ട് ദർ ഇസ് നോ പോസിബിലിറ്റി ബിക്കോസ് one is that there is no ventilators. Second, there is no tubings. There is no drugs. There is no antibiotics. So we will not spare any things for the head injury. So we let them go. So the most rewarding thing is, I think, is like the chest injuries, where we can put the chest tubes, and if there's just only like a penetrating lung injury, they come back. The abdominal injuries have to wait in the theater. തിയേറ്ററിൽ ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ ബ്ലഡും കൊടുത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു ലാപ്രോട്ടമിക്ക് പോകുന്നത്. സോ മെനി ഓഫ് ദി ലാപ്രോട്ടമീസ് ഓൾസോ ഫെയിൽ. The post-op care is pathetic because all the patients are like 500 പേര് ഉള്ള ഒരു ഹോസ്പിറ്റലിനകത്ത് ഏകദേശം 1500 പേരാണ് കിടക്കുന്നത്. ഇവർക്കൊക്കെ കൊടുക്കാൻ മരുന്നൊന്നുമില്ല, പോസ്റ്റ്-ഓപ്പ് കെയർ കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനവും ഇല്ല, ഡ്രസ്സിങ് മെറ്റീരിയൽസ് ഇല്ല, ആൻറ്റിബയോട്ടിക്സ് ഇല്ല, ബാൻഡേജ് ഇല്ല. So nothing there. So most of the severe abdominal injuries usually succumb after 2 weeks. So finally what happens is that എമർജൻസി റൂമിലാണെങ്കിൽ ഒരു കട്ടിൽ പോലും ഇല്ല, ആകെ 1-2 കട്ടിലുണ്ടാവും. ബാക്കി അത് തന്നെ ഈ പറയുന്ന ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നേരെ എടുത്തുകൊണ്ട് സീറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ഡോണ്ട് ഗെറ്റ് ബാക്ക് ബിക്കോസ് there's only 500 beds there, and any bed you need to, there's nothing else. So all the treatment are actually done on the floor. Chest tube ഇടുന്നത്, IV ലൈൻ കൊടുക്കുന്നത്, ഡ്രസ്സിങ് ചെയ്യുന്നത്, and the whole floor is full of vomitous, brain and what not.
I don't think so. It's like ആ ഒരു കാഷ്വാലിറ്റി റെഡ് ഏരിയ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് you get tired of it, you get sick of it. It's not possible to work actually more than like 5 or 6 hours, and you need to, you feel like അവിടെ എങ്ങനെയെങ്കിലും പോയാമെന്ന് തോന്നുന്നു. Because there's nothing to do, like we are doomed with failures always. അതിനിടയ്ക്കാണ് ഈ പറയുന്ന ആ ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട സീവേജ് ലൈൻ വാസ് ബോംബ്ഡ്. സുവേജ് ലൈൻ ബോംബ് ചെയ്തു. സുവേജ് ലൈൻ ബോംബ് ചെയ്തിട്ട് സംഭവിച്ച് ഈ വെള്ളമൊക്കെ ഈ സ്യൂവേജിലെ വാട്ടർ മുഴുവൻ തിരിച്ച് ബാക്ക് ഫ്ലോ ചെയ്ത് ഹോസ്പിറ്റലിനകത്ത് ഇറങ്ങി തുടങ്ങി. യു ക്യാൻ സീ ദാറ്റ് ദ ഹോൾ ഹോസ്പിറ്റൽ ഈസ് ഫുൾ ഓഫ് സീവേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ. യു ക്യാൻ സീ ദി ക്യാമ്പ്സ് ആർ ലൈക്ക് ദിസ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ ക്യാമ്പുകൾ മാത്രമേ ഉള്ളൂ. ദ ഹോസ്പിറ്റലിനകത്ത് ടെൻറ്റിനകത്ത് പോലും വെള്ളം കയറിയതാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് അബൌട്ട് ദിസ് വൺ. ദിസ് ലൈക്ക് ഫുഡ് ഡ്രോപ്പിംഗ്. ഈ ഭക്ഷണം ഈ പറഞ്ഞ ഡ്രോപ്പ് ചെയ്യും. ഈ പറഞ്ഞ ഇറ്റ്സ് മോർ ഡേഞ്ചറസ്. വി ഓഫൺ തിങ്ക് ദാറ്റ് ഈ പറഞ്ഞ ഒരു ഭക്ഷണം ഇല്ലാത്ത സ്ഥലത്ത് കുറച്ചെങ്കിലും ഭക്ഷണമൊക്കെ കൊണ്ട് ഈ പറഞ്ഞ എയറിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന്. ബട്ട് ഇറ്റ് മേക്സ് മോർ. ഈ പാരച്യൂട്ടിൻ്റെ കയറൊക്കെ മിക്കവാറും പൊട്ടിപ്പോകും. അത് നേരെ വന്ന് വീണ് മരിച്ചിട്ടുള്ളവർ അതിനെക്കാട്ടിയും കൂടുതലാണ്. രണ്ടാമത് ഇത് വന്ന് വീണ് കഴിഞ്ഞാൽ ആൾക്കാർ മുഴുവൻ അങ്ങ് സ്റ്റാമ്പേഡാണ്. ആൻഡ് വിത്ത് ഈച്ച് ഓഫ് ദിസ് എയർ ഡ്രോപ്പിംഗ് there will be at least 500 people dead. Even like സ്ത്രീകൾ they will begin to fake pregnancy. കാരണം വെച്ചാൽ ഈ സ്ത്രീകൾ ഈ പറയുന്ന പ്രഗ്നൻ്റായ സ്ത്രീകൾക്ക് ഭക്ഷണമുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? പ്രഗ്നൻ്റായ ആൾക്കാരുടെ യൂറിൻ എടുത്തിട്ട് ഒളിപ്പിച്ച് വയ്ക്കും. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ആ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആകുമ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടും. ആ ഭക്ഷണം കൊണ്ട് വീട്ടിൽ കൊടുക്കും, അല്ലെങ്കിൽ വിൽക്കും. This is things which is actually never, we cannot think of it. External fixators ഇട്ടുള്ള ആൾക്കാർ, they have already sold their external fixators. അപ്പോൾ ഇത് ഈ കയ്യിൽ എക്സ്റ്റേണൽ ഫിക്സേറ്റർ, കാലിൽ എക്സ്റ്റേണൽ ഫിക്സേറ്റേഴ്സ് ഇട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഈ കമ്പിയൊക്കെ ഓൾറെഡി വിറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ അത് ചോദിക്കാൻ വരുമ്പോൾ അവർ ഉത്തരവില്ല. കാരണം എല്ല് ചേർന്നിട്ടില്ല, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവസാനം എന്ത് ചെയ്യും? ഒരു നിവൃത്തിയില്ലാതെ അവർ വീട്ടിൽ പോയിട്ട് സ്വന്തമായിട്ട് ഇത് അഴിച്ചങ്ങ് കൊടുക്കും. They just take everything out and just give it to someone else. And the internal fixators are also sold. And each internal fixator, plate ഒക്കെ പലപ്പോഴും ആൾക്കാർ 5-6 തവണയൊക്കെ വിറ്റിരിക്കാം. അത് ചോദിക്കാൻ വരുമ്പോൾ അവർ അവിടുന്ന് ഒളിച്ചോടും. ഇത് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് അടിപിടിയാണ്. It's like people are just crowding up there and they just beat there. ഈ പറഞ്ഞ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് കുട്ടികൾക്കും സ്ത്രീകൾക്കും കുറച്ച് പ്രിഫറൻസ് ഉണ്ട്. ആ പ്രിഫറൻസ് കിട്ടാൻ വേണ്ടി ഉള്ളപ്പോൾ ഈ ഭക്ഷണം റെഡിയാകുമ്പോൾ എല്ലാ സ്ത്രീകളും കുട്ടികളോട് ഇരച്ച് കയറും. അപ്പോൾ പുറകെ നിൽക്കുന്ന ആണുങ്ങളുണ്ട്. അവർ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ നിൽക്കുന്നുണ്ടാവും. അവർക്കൊരിക്കലും ഈ പറയുന്ന ഈ കുട്ടികൾ ഈ ഭക്ഷണം കിട്ടുമ്പോൾ അതൊക്കെ എടുത്തിട്ട് തിന്നിട്ട് കുറച്ചൊക്കെ താഴെ കളയും. കാരണം ഭക്ഷണം കുട്ടികളല്ലേ, അവർ ഭക്ഷണം കഴിയും. ഇത് കാണുമ്പോൾ ഈ ഭക്ഷണം കിട്ടാതിരിക്കുന്ന ആണുങ്ങളുടെ അങ്ങ് they just lose their temper. And finally when the food is about to finish, they just rush. ആ മുന്നോട്ട് ഇടിച്ച് കയറി കുട്ടികളൊക്കെ ഇങ്ങ് എടുത്ത് എറിയാൻ തുടങ്ങും. സ്ത്രീകളൊക്കെ ഇങ്ങ് ചവിട്ടി താഴെയിടാൻ തുടങ്ങും. അതിൻ്റെ ഭക്ഷണമൊക്കെ പിടിച്ചു പറിക്കും. ആ ഉള്ള ഭക്ഷണമൊക്കെ മുഴുവൻ അവിടെ ഈ വലിയൊരു ഒരു കലാപം നടന്നിട്ട് ഉള്ള ഭക്ഷണം എല്ലാം താഴെ പോയി ആർക്കും ഉപയോഗമില്ലാതാവും. ഈ ഗസയിൽ നിന്ന് ചില ഈ പറഞ്ഞ ട്രക്കുകൾ കയറുകയാണെങ്കിൽ ഒരു ട്രക്കിന് ഒരു വീട് അവസാനം നോക്കുമ്പോൾ $1,000 ഒരു 100 കിലോമീറ്റർ താണ്ടാൻ വേണ്ടി മാത്രം കൊടുക്കുന്നത്. $1,000 ഓൾമോസ്റ്റ് ലൈക്ക് അബൌട്ട് 1 lakh rupees for just 100 kilometers. ആർക്കാ അഫോർഡ് ചെയ്യാൻ പറ്റുക? It's not possible. So this was a team which we went from in the beginning to Al-Aqsa Hospital. The Al-Aqsa Hospital was like at that time ഈ പറയുന്ന അൽ-ഷിഫ ഹോസ്പിറ്റൽ ബോംബ് ചെയ്ത് തുടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഹോസ്പിറ്റലല്ലേ, ആരും ബോംബ് ചെയ്യത്തില്ല, ഇൻ്റർനാഷണൽ നിയമങ്ങളൊക്കെ ഇല്ലയോ, ഹ്യൂമാനിറ്ററിയൻ ലോസ് ഒക്കെ ഇല്ലയോ. Finally, after 5 days, they started bombing Al-Aqsa, Al-Shifa Hospital, and lot of patients and doctors died. So next time when they started bombing Al-Aqsa, ആദ്യത്തെ ത്രെട്ടിൽ തന്നെ എല്ലാ ഡോക്ടർമാരും ഓടിപ്പോയി. So there's a whole hospital with almost like 700 patients and few doctors and few nurses. We didn't have anything. At that time there was no communication, no electricity, no even like satellite phones were not available, which was a too risky thing. And if you look at ആ ഹോസ്പിറ്റലിലെ മുഴുവൻ ചുറ്റും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഹോസ്പിറ്റലിലെ ജനലിൽ കൂടെ എടുത്ത പടമാണ് ഇതൊക്കെ. മുഴുവൻ സ്ഥലവും മുഴുവൻ ബോംബ് ചെയ്ത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ സെക്യൂരിറ്റി ഗേറ്റിലൊക്കെ ബോംബ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. And this is Al-Aqsa Hospital emergency room. And how we stayed, maybe you might be interested in how we stayed there. Actually, like this old
ICU, which was abandoned ICU, and we were almost like 20 people staying in a small room. This was a room which we stayed there. നമുക്ക് മനസ്സിലാവുന്ന വെള്ളം ഇല്ല, സോ ഈ പറയുന്ന കുളി എന്ന് പറയുന്ന സംഭവം അതിനെക്കുറിച്ചും ചിന്തിക്കരുത്. And also like washing clothes, it's not possible. So what happened is like whatever water we get into that place, it's finished within like 1 week. പിന്നെ നമ്മൾ കുടിച്ചത് DNSഉം നോർമൽ സലൈനുമാണ്. And it's possible to do that. It's like that was much plentier there. So the life in that places is like totally, we need to understand that it's like when we go and work here, there, we are also refugees. നമ്മളും റെഫ്യൂജി പോലെ തന്നെ അവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ ജീവിച്ചേ പറ്റൂ. അല്ലാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സീൻ ഓഫ് എ കാഷ്വാലിറ്റി. ഈ പേഷ്യൻസ് ഒരു ഇൻസിഡൻറ്റ് ഒരാളുടെ he was like shot on the head and the brain was coming out of this other side and he was lying down and his mother was there. അയാൾ അമ്മ അവിടെ ഉണ്ട്. ന്യൂറോ സർജൻ ഇങ്ങനെ പോയിട്ട് നോക്കുക, അയാൾ ഈ പറയുന്ന രക്ഷപ്പെടുത്താൻ പറ്റുന്ന പേഷ്യൻസിനെ നോക്കി പോവുക. അപ്പോൾ he saw the brain out there. He just left the patient and went to the next patient. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ പോയി പറഞ്ഞു, നിങ്ങളുടെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇവരൊക്കെ വയലൻ്റായി. ഈ ന്യൂറോ സർജൻ നോക്കാത്തതുകൊണ്ടാണ് എൻ്റെ മോൻ മരിച്ചതെന്ന് അവർ പ്രഖ്യാപിച്ചു. ആൻഡ് ഷി സ്റ്റാർട്ടഡ് യെല്ലിങ് ഫ്രം ദെയർ. ഒരു 20 പേര് അകത്തോട്ട് കയറി വന്നു. ഈ കാഷ്വാലിറ്റിക്ക് റെഡ് ഏരിയക്കകത്ത് 20 പേര് അങ്ങ് കയറി വന്നു. അവർ ഈ ഡോക്ടറിൻ്റെയും ഒക്കെ കൊങ്ങാക്കൊക്കെ പിടിച്ച് വലിയ പ്രശ്നം. ഭയങ്കര ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് സോ വയലൻറ്റ് ആൻഡ് സമോൺ സ്റ്റാർട്ടഡ് ടുക്ക് എ ഗൺ ആൻഡ് ഷോട്ട് ദ റൂഫ്. ഡോക്ടർമാർ നമ്മളെല്ലാം താഴെ കിടന്നു, ഈ ബ്ലഡിൽ കിടന്നു, പിന്നെ ഉരുണ്ട് പുറത്തേക്ക് പോയി. And we all just went out, and for 2 hours there was no one in the emergency room, and a lot of patients died there. Another time is like ആൾക്കാർ ഈ പറയുന്ന ഈ പോസ്റ്റ്മോർട്ടം റിജിഡിറ്റി ഒക്കെ ഉണ്ട്. ഈ പേഷ്യൻ്റ് മരിച്ചു, ഇതുപോലെ വണ്ടി കയറി ഇറങ്ങിയതാണ്. എവറിത്തിങ് ദിസ് ഗൈ ഇസ് ലൈക്ക് രണ്ട് പേരെ കൊണ്ട് മോർച്ചറി കൊണ്ടുപോയി. മോർച്ചറി കൊണ്ടുപോയപ്പോൾ ദിസ് ലൈക്ക് പോസ്റ്റ്മോർട്ടം റിജിഡിറ്റി കെയിമിൻ. കൈ അനങ്ങുന്നു, കാലനങ്ങുന്നു. അവരൊരു 10-20 പേര് ഈ പേഷ്യൻറ്റിനെ പൊക്കിക്കൊണ്ട് വീണ്ടും കാഷ്വാലിറ്റിക്കകത്ത്. ആൻഡ് ദേ സെഡ് പേഷ്യൻ്റ് ഇസ് നോട്ട് ഡെഡ്. മരിച്ചിട്ടില്ല. നമ്മൾ കണ്ണ് തുറന്ന് കാണിക്കുന്നു, ലൈറ്റ് അടിച്ച് കാണിക്കുന്നു. പ്യൂപ്പിൾസ് ആർക്കെങ്കിലും അറിയാവും? പ്യൂപ്പിൾസ് ഈ പറ ഫിക്സ്ഡ് ആൻഡ് ഡയലേറ്റ് എന്ന് ആർക്കറിയാം? ഹാർട്ടിൽ ഇത് വെച്ച് കാണിക്കുന്നു, അതും കേൾക്കുന്നില്ല, അത് പറ്റത്തില്ല. ഫൈനലി we took the ultrasound and showed them the heart is not beating, and that was the only way out. And അങ്ങനെയാണ് അവർ പിന്നെ it's like hospital is again like whatever you think, the chaos in the hospital is so much. ഈ പറയുന്ന ഈ ആരോപണങ്ങളും ഇവിടെ മാത്രമല്ല, ഹോസ്പിറ്റലിൽ ഡോക്ടർ കൊന്നു എന്ന് പറയുന്ന ആരോപണം ഇവിടെ മാത്രമല്ല ഉണ്ടാകുന്നത്, അവിടെയും ഉണ്ടാകുന്നുണ്ട്. മേ ബി പീപ്പിൾ അക്സെപ്റ്റ് ദി ഡെത്ത് മച്ച് ഈസിയർ. എവറി ഡെത്ത് ഈസ് സോ മച്ച് പെയിൻഫുൾ ദാറ്റ് പീപ്പിൾ ബിഗിൻ ടു react and they want someone to handle this reaction, and often the whole brunt is borne by, there's a blast injury. So you can see that's like a hand is having just few injuries there, but it's really nasty because what happens injury inside is the most important thing. You can see that this is like this is the inside picture. The bone is actually broken into very, very small pieces. And this is a thing about the projectiles, like gunshots or something like that, which makes the bone into very, very small pieces, and we cannot actually reconstruct it. Maybe you can actually do an external fixator on it, but you might need to do like a bone transplantation from either iliac crest or from fibula or something like that, and that takes a quite long time. And often all these wounds will have a vascular component. Knowing vascular surgery is very, very important. Like you don't need to know whole stuff of vascular surgery, but at least you need to know how to do a simple vascular anastomosis or stenting of a vessel. These two things are very, very important. So it's not like when you go for a war place, you cannot say that if I am an orthopedic surgeon, you cannot say that I will do only orthopedic surgery. It's not possible at all. You need to do a hell lot of things, right from intubation, chest tubes, ultrasound, going to theater and laparotomies, anesthesia. You need to know like blocks. Blocks works quite easily. ഈ പറയുന്ന ടാപ്പ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് 5 ടേബിൾ കാണത്തുള്ളൂ. 5 ടേബിൾ കഴിഞ്ഞാൽ പിന്നെ 6ാമത്തെ പേഷ്യൻ്റ് കാണത്തില്ല ഒന്നും. സോ യു നീഡ് ടു ഡു ഓപ്പൺ ദി അബ്ഡോമൻ
And you can do an open abdomen with a tap block. So knowing tap block is very important. So these are the skills which might be really useful when you go as a war surgery into the field. So this is a theater. It's quite, Alex, it was quite okay. The main problem was that there's no drugs, there's no external fixators, no internal fixators, no IV fluids, and a whole lot of things is like, the whole thing is totally compromised. So ആൾക്കാർ മരിക്കുന്നത് വാസ്തവത്തിൽ സാധനങ്ങളും മരുന്നുകളും ഇല്ലാതെ മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം അതിഭയങ്കരമാണ്. Maybe like you might need to, there are a lot of problems which we cannot actually answer to in any war. There are a lot of these wounds are like with vascular components. It's not possible to actually reconstruct it, and they ultimately end up in amputations. ആ കുട്ടിയുടെ ഒരു 15 പേരെങ്കിലുമുണ്ട്, 10 ബ്രദേഴ്സും അമ്മയും അച്ഛനും മാറ്റിയൊക്കെ ഉണ്ട്. എല്ലാവരും മരിച്ചു. ഇറ്റ്സ് ലൈക്ക് ടോട്ടലി മിറാക്കുലസ് എസ്കേപ്പ് ഓഫ് ദിസ് ഗൈ, ആൻഡ് ഹി ജസ്റ്റ് ഹാഡ് എ ഫ്രാക്ചർ ഓഫ് ദി ഫീമർ, ആൻഡ് ഹി വാസ് ക്വൈറ്റ് ആക്ച്വലി ലൈക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അറിയില്ല. ദേ ആർ കോൾഡ് വാർ ഓർഫൻസ്. There are a lot of organizations which actually take care of them also. This is like, if you look at this injury, it's quite simple, but it's like inside you can find that there's like a piece of missile which is actually lying there, and that you can see the piece of missile which is extracted, and we had most often you might ask me like, would you take all the foreign bodies out of all the bullets out? 90% or maybe 99% of the bullets are never taken out. Only the bullets which is causing some serious injury or some impending issues are the only bullets or shrapnels which are taken out. Most of the people in the war, they just leave with these bullets and shrapnels. ഒരു സ്ഥലത്ത് if they track every phone of the people, because all the phones are actually going through Israel, so they can actually track everyone. So when they think that someone is there, the suspected individual is there, ഓൾമോസ്റ്റ് ഒരു 5-6 ഡ്രോണുകളൊന്ന് കറങ്ങും. ഡ്രോൺ വരുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അവിടെ ബോംബിങ് അടുത്ത് നടക്കാൻ പോകുന്നത്. സോ ഓൾ ദി മെയിൽസ് they just flee because they think that the males are the one which is being targeted. ബാക്കി എന്താ ഈ പറഞ്ഞ സ്ത്രീകളും കുട്ടികളോ, ഈ കുട്ടികളെയൊക്കെ വിളിച്ച് അവരൊക്കെ അവിടെ കളിക്കായിരിക്കും, ചിലപ്പോൾ പുറത്ത് പോയിട്ടുണ്ടാവും. ഇവരെല്ലാം വിളിച്ച് ഇവരുടെ ഭക്ഷണവും പാത്രവും എല്ലാം കുപ്പായമൊക്കെ എടുത്തു വരുമ്പോഴേക്കും ബോംബൊന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബോംബ് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത് വരും, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മൂന്നാമത്തെ വരും, നാലാമത്തെ വരും. ഓൾമോസ്റ്റ് ലൈക്ക് സംടൈംസ് ഈവൻ 5th ബോംബിങ് ഹാപ്പൻസ്. ഇറ്റ്സ് കോൾഡ് 5th. ഈ പറഞ്ഞ സെയിം പ്ലേസിൽ തന്നെ ബോംബിങ് നടക്കും. സോ നോബഡി ഗോസ് ദെയർ. ഓൺലി ആഫ്റ്റർ 5 hours or 6 hours they are evacuated. ആൻഡ് ഈ ആശുപത്രിയിൽ ഈ ബ്ലാക്ക് ഏരിയ, നമ്മൾ മരിച്ചവരെ കൊണ്ടുവരുന്ന ഏരിയ വാസ്തവത്തിൽ ഇതുപോലൊരു വലിയൊരു ഹോളാണ്. കാരണം വെച്ചാൽ അവർ വരുമ്പോൾ 1 മണിക്കൂർ മുമ്പ് ഓടിച്ചാടി നടന്ന കുട്ടികളാണ്. അവർ മരിച്ചു എന്ന് പറയാനായിട്ട് ഒരിക്കലും പറ്റില്ല. വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് ദി പാരൻസ് ഓർ ദി മദേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് യു നീഡ് ലൈക്ക് ലോട്ട് ഓഫ് കൗൺസിലേഴ്സ്, ലോട്ട് ഓഫ് ഡോക്ടേഴ്സ്, ലോട്ട് ഓഫ് പീപ്പിൾ ജസ്റ്റ് ടു എൻഗേജ് ദിസ് വൺ. കുട്ടികൾ മരിച്ചു കഴിയുമ്പോഴുണ്ടാവുന്ന ഈ സംതിങ്, അവർ ഈ അലമുറയിട്ട് കരയുന്നത് കാണുമ്പോൾ അത് is yet another thing which is so much unbearable. And ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ബസാമാണ്. He was working at that time he is from Jordan. After 1 week he just went back. He said, I can't bear this. ഓരോ കുട്ടിയും വരുമ്പോൾ അത് എൻ്റെ മകളോ എൻ്റെ മകനോ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് മരിച്ചു വീണ് ഇങ്ങനെ കുട്ടികളൊക്കെ വരുന്നത് കാണുമ്പോൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അദ്ദേഹം എല്ലാ ദിവസവും വൈകിട്ടാവുമ്പോൾ ഒന്ന് പൊട്ടി കരയുന്നുണ്ടായിരുന്നു. രാത്രി മുഴുവൻ ഇരുന്ന് കരച്ചില്ല. രാവിലെ പോയി വർക്ക് ചെയ്യും. ഒരു 6 മണിക്ക് ശേഷം വന്നിരുന്നിട്ട് ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ ഹി വാസ് ലൈക്ക് എന്ത് പിച്ചും പേയും പറയുന്നു. രാത്രി ഇരുന്ന് മുഴുവൻ പൊട്ടിക്കരയുന്നു. Obviously we know that it's not possible for him, and he just went back. It's not possible for all people to do this like that. And you see children, of course they are the one affected actually. ഈ കുട്ടികളുടെ സ്ഥിതിയൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. കാരണം കുട്ടികളൊക്കെയും സ്കൂളില്ല, പഠിക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല. ഒരു ടെൻറ്റിലൊക്കെ 15-20 പേരാണ്. അവർക്ക് വീട്ടിൽ കഴിയാൻ പറ്റത്തില്ല. ദർ ഓൾ ഇൻ ദ റോഡിലിങ്ങനെ ഓടിക്കളിക്കുന്നത് കാണാം. അവർ വണ്ടിയൊക്കെ വരുമ്പോൾ വണ്ടിയുടെ മുമ്പിൽ കയറി ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കും. ആൻഡ് നമ്മൾ വണ്ടിയൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ വണ്ടി തെളിഞ്ഞിരിക്കും.
and they become like I don't know what sort of future they have. അവർ കിട്ടുന്ന വണ്ടിയിൽ എവിടെയെങ്കിലും കയറിപ്പോവും. And finally, many of the children, these children, like 6 years, 8 years, 10 years children, they land up in this food distribution area. അവർക്ക് ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ നേരെ കണ്ട ആ പറഞ്ഞ വെടിവെക്കുന്ന സ്ഥലത്ത്, ചറ പറഞ്ഞ ഇങ്ങനെ വെടിവെക്കുന്ന സ്ഥലത്ത് ഈ ഒച്ച കേൾക്കുമ്പോൾ ഇവർ എഴിച്ച് ഇങ്ങനെ നോക്കും. It's just the whole body get riddled with bullets. The sort of injury the children get is so serious. I cannot, like, each and every inch of the chest was like the bullets pass through every inch, and they just die there. And they don't know what's actually happening in the whole place, and they just ഇങ്ങനെ കണ്ണ് മിഴിച്ച് നിൽക്കുമ്പോഴേക്കും മരിച്ചു വീഴുന്ന, അല്ല അവർ എഴിച്ച് നിൽക്കുകയാണ്. ആണുങ്ങളാണെങ്കിൽ ബാക്കിയാണെങ്കിൽ ഓടുകയും ചെയ്യും. ഇവർ ഓടത്തില്ല, എന്ത് സംഭവിക്കുന്നത് അറിയത്തില്ല അവർക്ക്. അതിനു മുമ്പേ അവർക്ക് ഈ പറഞ്ഞ ഈ ബുള്ളറ്റ് കയറി ഇറങ്ങി അങ്ങ് മരിച്ചിട്ടുണ്ടാവും. ദിസ് വാസ് ലൈക്ക് ദി സേവ് ദി ചിൽഡ്രൻ എന്ന ഓർഗനൈസേഷൻ ഈ പറയുന്ന കുട്ടികളുടെ, ഈ അനാഥരായ കുട്ടികളുടെ ക്യാമ്പ് നടത്തുന്ന സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളാണ് കാണുന്നത്. They are all happy. I think they are all happy. കുട്ടികൾ എപ്പോഴും അങ്ങനെയാണ്. They are really happy. They have lost everything. In fact, you know that, like, ഈ പറഞ്ഞതിൻ്റെ ബ്രണ്ട് മുഴുവൻ ഈ 70,000 പേരുണ്ടെങ്കിൽ അതിനകത്ത് 40,000 പേരും കുട്ടികളും സ്ത്രീകളുമാണ് മരിച്ചത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടേണ്ടി വരുന്നതും ഒക്കെ തന്നെ എപ്പോഴും കുട്ടികൾ തന്നെയായിരിക്കും. Thank you so much. This is the last picture. Like, it's the Mediterranean Sea, and we were just staying there, and we were കുറച്ച് കക്ക വെറുക്കാനൊക്കെ പോയിരുന്ന. To conclude, I should say that this is like of course it's a genocide. Gaza is definitely a genocide. It's like witnessing a genocide is definitely important, because I have already testified. എൻ്റെ ഈ testimonies നമുക്ക് ഈ പറഞ്ഞ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കോർട്ടിലും മറ്റുമൊക്കെ ഇൻ്റർനാഷണൽ കോർട്ടിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. But this genocide is in at least 3 or 4 ways. It's much different from the previous genocides which has happened. You know, the Armenian genocides or the Auschwitz genocides or the Holocaust, the genocide happened in Rwanda. അവിടെയൊക്കെയും ഈ ജനോസൈഡ് നടക്കുമ്പോൾ ഒന്ന് അത് വളരെ രഹസ്യമായിട്ട് നടത്തുക, ആരും അറിയാതെ. ഇതൊക്കെ റെഡ് ആർമിയോ അല്ലെങ്കിൽ അലൈഡ് ആർമിയൊക്കെ വരുമ്പോൾ മാത്രമാണ് അങ്ങനൊരു സംഭവം നടന്നത്. ഓസ്വിഷിൽ ഇങ്ങനൊരു ഭീകര സംഭവം നടന്നത് അവിടെ വന്ന് വിസിറ്റ് ചെയ്ത ആൾക്കാർക്ക് പോലും മനസ്സിലായിട്ടില്ലായിരുന്നു. ഓസ്വിഷിൽ വന്നിട്ട് ഓസ്വിഷിൽ അങ്ങേയറ്റത്ത് വലിയൊരു ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്താണ് നടക്കുന്നത്. അത് ആദ്യത്തെ 2-3 സ്ഥലത്ത് കണ്ടിട്ട് അവരങ്ങ് പോവുക ചെയ്ത്. വളരെ രഹസ്യമായിട്ട് നടക്കുന്ന കാര്യം. അപ്പോൾ ഈ രഹസ്യം നടത്തുന്നത് വളരെ വലിയ കുറ്റമാണെന്നുള്ള ബോധ്യം അന്നത്തെ അത് നടത്തുന്ന പെർപെച്വേറ്റേഴ്സ് പോലും അറിയാമായിരുന്നു. ഹിറ്റ്ലർ he knew it. It's like it's a crime against humanity, but yet he wanted to do it. But what makes this difference is that they don't want to do it. They do it in the broad daylight. എല്ലാവരും കാണുന്നു, എല്ലാവരും നമ്മൾ TV കാണുന്നു, എല്ലാവരും നോക്കി നിൽക്കെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരെങ്കിലുമൊക്കെ ഇടപെടുമായിരുന്നു, ഇത് അറിഞ്ഞു കഴിഞ്ഞ് ഇടപെടുക. സോ ഇറ്റ്സ് ലൈക്ക് ആർമി, ലൈക്ക് റഷ്യൻ ആർമി വാസ് ദർ ഇൻ അർമീനിയൻ ജനോസൈഡ്. റുവാണ്ടയിൽ ഫ്രഞ്ച് ആർമി വന്നിരുന്നു. സോ വെൻ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് കം, ദേ സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെ ഒന്ന് എല്ലാവരും കാണുന്നു, എല്ലാവരും അറിയുന്നു, ആരും ഇടപെടുന്നില്ല, ഒരൊറ്റ ആൾ പോലും ഇടപെടുന്നില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഹാപ്പനിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. തേർഡ് തിങ് ഇസ് ദാറ്റ് ആൾക്കാർക്ക് പോകാൻ സ്ഥലമുണ്ടായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടാൻ പറ്റും. യു സീ ദിസ് പ്ലേസ് is totally like it's just like a concentration camp. All the 3 sides are covered by Israel, and the other side is the Mediterranean Sea, and Mediterranean Sea is fiercely like armed alkarana nikkunna. So it's like nobody can actually escape. So it's like closing people into concentration camps, giving them they don't give them water, they don't give them food, they don't give electricity, they don't give anything. No medicines and no treatment, and whole things again. It's shamelessly everybody looks into it and just don't do anything. So in these aspects, and more important, I think the last thing is more important. So it's like till this genocide, എല്ലാവർക്കും ഒക്കെ ഈ പറയുന്ന ഒരു humanitarian standards, when if you look at the whole world, the humanitarian standard has fallen so much. ഇനി ഏതൊരു ഭരണാധികാരിക്കും, ഒരു പവർഫുള്ളായ ഭരണാധികാരികൾക്കും എന്തും ചെയ്യാനായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും ഇപ്പോൾ റഷ്യ പോയിട്ട് എന്തെങ്കിലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആരും ചോദിക്കത്തില്ല. അപ്പോൾ പറയും, നിങ്ങളത് അവിടെ ചെയ്തപ്പോൾ ആരും നിങ്ങൾ മിണ്ടിയില്ലല്ലോ, ഇവിടെ ചെയ്ത ഗസയിൽ ചെയ്തപ്പോൾ മിണ്ടിയില്ലല്ലോ, പിന്നെ എന്തിനാണ് മിണ്ടുന്നത്? സോ ഇറ്റ് ബിക്കംസ് എ ലെജിറ്റിമേറ്റ്
example of cruelty which can be repeated again and again in the whole human history. And I think, like, to be frank, we are also like that. Actually, we need to think of what can be done and what we should be doing to stop these kinds of things. And at least for the medical community, I think it's like medical community is much more well versed in this genocide, because അവിടെ ജേർണലിസ്റ്റുകളില്ല. ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നത് ഈ ചികിത്സിക്കുന്ന ഡോക്ടർമാരും ചികിത്സിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെയാണ് ഇത് പുറത്ത് പറയുന്നതും അതിന് റിസ്ക് എടുത്തിട്ട് അത് പുറത്ത് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയതും യൂറോപ്പിലും കാനഡയിലൊക്കെ ഉണ്ടായ ഒരു വലിയ മൂവ്മെൻറ്റ് ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോഴുള്ള ഒരു സെറ്റിൽമെൻ്റ് എങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത്. മെഡിക്കൽ കമ്മ്യൂണിറ്റി ഹാസ് ടു ബി ലൈക്ക് for making such an involvement and intervention in that one. So that's our duty. So maybe ഞാനാകെ പറയുന്നതില്ല, ഇപ്പോൾ ഇത്രയും ഒരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ മേ ബി നാളെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഒരാൾ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് പോയാൽ that is the best thing I would actually expect from you with this speech. Thank you. Thank you so much, sir, for your invaluable humanitarian testimony on the events in Gaza. Your words carry great weight.